പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മളിന്ന് ചിന്തിക്കുന്നത് കഴിഞ്ഞു പോയ 2 എപ്പിസോഡുകളിലും കത്തോലിക്കാ സഭയിൽ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ പ്രസക്തിയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. അതിനു മുമ്പ് 8ാമത്തെ എപ്പിസോഡിലൊക്കെ നമ്മൾ ചിന്തിച്ചു വന്നത് പ്രവാചകന്മാരെക്കുറിച്ചും വ്യാജ പ്രവാചകന്മാരെക്കുറിച്ചുമുള്ള കാര്യങ്ങളായിരുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ശരിയായൊരു പ്രവാചകനെ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതിനെക്കുറിച്ചാണ്. കാരണം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ വെളിപ്പെട്ടു വരുന്ന ഒന്ന്, പ്രവാചകന്മാർ നേരത്തെ വെളിപ്പെട്ടു, അതോടൊപ്പം തന്നെ യഥാർത്ഥ പ്രവാചകനുള്ളതുപോലെ തന്നെ വ്യാജ പ്രവാചകന്മാരും വെളിപ്പെട്ടു വരുന്നു. പലപ്പോഴും വ്യാജ പ്രവാചകൻ്റെ പ്രവർത്തനങ്ങളെ നമ്മൾ തിരിച്ചറിയാത്തത് കൊണ്ട് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ വഴിതെറ്റിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കുകയാണ്. യഥാർത്ഥ ശരിയായൊരു പ്രവാചകനെ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതിനെക്കുറിച്ചാണ്. ജെറമ്യ പ്രവചന പുസ്തകം 28:9, സമാധാനം പ്രവചിക്കുന്ന പ്രവാചകൻ യഥാർത്ഥത്തിൽ കർത്താവിനാൽ അയക്കപ്പെട്ടവനാണെന്ന് തെളിയുന്നത് അവൻ പ്രവചിച്ച കാര്യം സംഭവിക്കുമ്പോഴാണ്. അപ്പോൾ സമാധാനം പ്രവചിക്കുന്ന പ്രവാചകൻ യഥാർത്ഥത്തിൽ കർത്താവിനാൽ അയക്കപ്പെട്ടവനാണെന്ന് തെളിയുന്നത് അവൻ പ്രവചിച്ച കാര്യം സംഭവിക്കുമ്പോഴാണ്. അപ്പോൾ സമാധാനം പ്രവചിക്കുന്ന പ്രവാചകൻ, എന്താണ് സമാധാനം പ്രവചിക്കുക? യേശു സമാധാനമാണ്, അവൻ നമ്മുടെ സമാധാനമാണ്. എഫെസ്യർക്ക് ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ യേശു ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രവചിക്കുന്ന ഒരു വ്യക്തി എന്തു ചെയ്യുന്നു? കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച്, വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു. അതൊരു ഭാവി പ്രവചനമായിട്ടല്ല നമ്മളത് കാണുന്നത്, പിന്നെയോ നമ്മുടെ ആത്മീയ മേഖലയിലെ ഒരു കാര്യമായിട്ടാണ്. അതുകൊണ്ടാണ് ആദിമസഭയിൽ നമ്മൾ കാണുന്നൊരു കാര്യമാണ് അപ്പസ്തോല പ്രവർത്തനം 2:18, എൻ്റെ ദാസന്മാരുടെയും ദാസികളുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും, അവർ പ്രവചിക്കുകയും ചെയ്യും. അപ്പോൾ പ്രവാചകന്മാരിൽ ഉണ്ടാകുന്ന ആത്മാവ് കർത്താവിൻ്റെ ആത്മാവാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ആത്മാവിനെ എഴുതിയിരിക്കുന്നത്. അപ്പം കർത്താവ് തൻ്റെ ആത്മാവിനെ തൻ്റെ ദാസന്മാരുടെ ദാസികളുടെ മേലും വർഷിക്കും, അവർ പ്രവചിക്കും. അപ്പോൾ അവർ പ്രവചിക്കുന്ന കാര്യങ്ങൾ സത്യമായിരിക്കും. നമുക്ക് കാണാൻ പറ്റും, പ്രവാചകന്മാരെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റുകയില്ല. എന്നാൽ വ്യാജ പ്രവാചകന്മാരെ തിരിച്ചറിയണമെന്ന് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങുന്ന അന്ത്യകാല പ്രവർത്തന മേഖലകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 11:28, അവരിൽ ഹാഗാബോസ് എന്നൊരുവൻ എഴുന്നേറ്റ് ലോകവ്യാപകമായൊരു വലിയ ക്ഷാമം ഉണ്ടാകും എന്ന് പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനായി പ്രവചിച്ചു. ക്ലാവുദിയൂസിൻ്റെ ഭരണകാലത്ത് ഈ ക്ഷാമം ഉണ്ടായി. അപ്പോൾ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് പ്രവചിക്കുകയാണ്, ലോകവ്യാപകമായൊരു വലിയ ക്ഷാമം ഉണ്ടാകും. പിന്നെ നമ്മൾ ബൈബിൾ വായിച്ചു വരുമ്പോൾ കാണാൻ പറ്റും, ഈ ക്ഷാമം അവിടെ വ്യാപിക്കുന്നുണ്ട്. വ്യാപിച്ച സമയത്ത് അവിടെ സഭകളിലുള്ളവർ എന്ത് ചെയ്യുന്നു വെച്ചാൽ തങ്ങളുടെ സഭയിലുള്ളവരെ നിരവധി പേരെ ആ ക്ഷാമ സമയത്ത് സഹായിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ എന്തിനായിരിക്കും അങ്ങനെ പ്രവചനം വന്നത് എന്ന് ചോദിച്ചാൽ, ഈ ക്ഷാമം ഉണ്ടാകുമ്പോൾ ഒരു വ്യക്തി എപ്രകാരം ഒരുങ്ങണം എന്നുള്ളതും ആ സമയത്ത് നിങ്ങൾ പതറിപ്പോകരുത് എന്നുള്ളത് ഒരു മുന്നറിയിപ്പായിട്ട്. നമുക്കറിയാം, അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മനുഷ്യൻ പതറിപ്പോകാറുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ നമ്മൾ ബൈബിളിൽ വായിക്കുമ്പോൾ ഒന്നും അപ്രതീക്ഷിതമല്ല, മുൻകൂട്ടി പറഞ്ഞ നിരവധി കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ കർത്താവിന് 1ാം സ്ഥാനം കൊടുത്ത്, അല്ലെങ്കിൽ കർത്താവിന് മഹത്വം കൊടുത്ത് പ്രവചിക്കുന്ന പ്രവചനങ്ങൾ നമ്മൾ എന്ത് ചെയ്യരുത്, അതിനെ തള്ളിക്കളയരുത്. അതുകൊണ്ടാണ് പറയുന്നത്, മത്തായി സുവിശേഷം 10:41 പറയുന്നു, പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകൻ്റെ പ്രതിഫലവും നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാൻ്റെ പ്രതിഫലവും ലഭിക്കും. ഒരു പ്രവാചകന്, കർത്താവിൻ്റെ ഒരു പ്രവാചകന് ഒരു പ്രതിഫലമുണ്ട്, ദൈവം കൊടുക്കുന്നതാണ്. അപ്പോൾ ഇനി അവിടെ ഒരു എളുപ്പമാർഗം കിടപ്പുണ്ട് നമുക്ക്. കാരണം ചിലപ്പോൾ ഒരാൾ പ്രവാചകനല്ലെന്ന് വിചാരിച്ചു, എന്നുവെച്ചാൽ എല്ലാവരും പ്രവാചകരല്ലല്ലോ. കാരണം ബൈബിൾ പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും പ്രവാചകരാണോ എന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ എല്ലാവരും പ്രവാചകരല്ല. കൊരിന്ത്യർ ലേഖനത്തിലൊക്കെ പറയുന്നൊരു വാക്കാണ്.
അപ്പോൾ പ്രവാചകനല്ലാത്തൊരു വ്യക്തി, സാധാരണക്കാരനായ വ്യക്തി, പക്ഷെ അയാൾ വിശ്വാസിയാണ്. പക്ഷെ അയാൾ എന്ത് ചെയ്യാണ്? ശരിയായ പ്രവചനം പറയുന്ന ഒരു പ്രവാചകനെ സ്വീകരിച്ചു, ഒരു ശുശ്രൂഷകനെ സ്വീകരിച്ചു. അപ്പോൾ എന്തു പറ്റും? ആ പ്രവാചകന് ദൈവം കൊടുത്ത അതേ പ്രതിഫലം തന്നെ സ്വീകരിച്ച വ്യക്തിക്കും ലഭിക്കുന്നു. എന്നാലോചിച്ച് നോക്കി, സ്വീകരിച്ച വ്യക്തിക്കും ലഭിക്കുകയാണ്. അപ്പം പ്രവാചകനായി സ്വീകരിക്കുന്ന വ്യക്തിക്കും പ്രവാചകനെ കിട്ടിയ അതേ പ്രതിഫലം തന്നെ ലഭിക്കുന്നു. നീതിമാനായി കാണുന്ന വ്യക്തിക്കും സ്വീകരിക്കുന്ന വ്യക്തിക്കും നീതിമാൻ അങ്ങനെ സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? ഒരാൾ ദൈവവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ നീതിമാനായിട്ട് കാണാൻ പറ്റും. ശരിയായ പ്രവാചകനെ ശരിയായി കാണാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എന്ത് പറ്റും? ആ പ്രതിഫലം നമുക്ക് ലഭിക്കുന്നു. വെറുതെ പറഞ്ഞാൽ ആ പ്രവാചകൻ ഒരു വലിയ ദൗത്യത്തിലാണ്, പക്ഷെ അതേ പ്രതിഫലം കിട്ടുന്നു. നീതിമാൻ ആ നീതിയിൽ എത്തിച്ചേരാൻ വേണ്ടി ഒരുപാട് വില കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ അത് സ്വീകരിച്ചതോടുകൂടി എളുപ്പത്തിൽ ആ സ്വീകരണം വഴി ഒരു നീതിയുടെ പ്രതിഫലവും കിട്ടുകയാണ് സ്വീകരിക്കുന്ന വ്യക്തിക്ക്. പ്രഭാഷകന്റെ പുസ്തകം 36:16 പറഞ്ഞു, അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് പ്രതിഫലം നൽകണമേ, അങ്ങയുടെ പ്രവാചകന്മാരെ വിശ്വസ്തത തെളിയട്ടെ. അപ്പം അതുകൊണ്ട് പ്രവാചകൻ്റെ വിശ്വസ്തത തെളിയിക്കപ്പെടണം. അതിനെന്ത് ചെയ്യണം? ശരിയായ ചില ഉപദേശങ്ങൾ പ്രവാചകനിൽ നിന്ന് വരണം. ആ ശരിയായ ഉപദേശം വരികയാണെങ്കിൽ ആ പ്രവാചകൻ വിശ്വാസത്തിൽ അവരെ ശക്തിപ്പെടുത്തും. അപ്പോസ്തല പ്രവർത്തനം 15:32 പ്രവാചകന്മാർ കൂടിയായിരുന്ന യൂദാസും സീലാസും സഹോദരർക്ക് വളരെ ഉപദേശങ്ങൾ നൽകുകയും അവരെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്തു. ഈ കാലഘട്ടം വിശ്വാസത്തിനെതിരെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ദൈവം അയച്ച പ്രവാചകന്മാരെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ദൈവം അയക്കാത്ത പ്രവാചകൻ ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കുറച്ച് നമ്മൾ മനസ്സിലാക്കി. ഇനിയും അടുത്ത എപ്പിസോഡുകൾ നമ്മളത് മനസ്സിലാക്കും. എന്നാൽ ദൈവം അയച്ച പ്രവാചകൻ്റെ ഉദ്ദേശം എന്താണ്? അവർക്ക് യൂദാസ് സീലാസും സഹോദരർക്ക് എന്ന് വെച്ചാൽ സഭയിലുള്ള മറ്റ് വിശ്വാസികൾക്ക്, ആ വിശ്വാസികളെ അവരെന്ത് ചെയ്തു? പ്രവാചകന്മാരായതുകൊണ്ട് അവർക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ അറിയായിരുന്നു. യൂദാസും സീലാസും സഹോദരർക്ക് വളരെ ഉപദേശങ്ങൾ നൽകി. എന്നുവെച്ചാൽ ഈ കാലഘട്ടത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണം, എപ്രകാരം ജീവിക്കണമെന്ന് ഉപദേശം നൽകുകയും അവരെ വിശ്വാസത്താൽ ശക്തിപ്പെടുത്തുകയും ചെയ്തു. നമുക്കറിയാം, ഇന്ന് ഒരുപാട് ഉപദേശങ്ങൾ നടക്കുന്നൊരു കാലഘട്ടമാണ്. എന്നാൽ ശരിയായ ഉപദേശം നമുക്ക് ദൈവ മനുഷ്യരിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ശരിയായ ഉപദേശം നൽകുന്ന പ്രവാചകന്മാർ നമുക്കിന്ന് ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസത്തിൽ നമ്മളെ ശക്തിപ്പെടുത്തണം. കാരണം ഓരോ ദിവസവും ക്രിസ്തുവുള്ള വിശ്വാസം എന്തു ചെയ്യുന്നു? വലുതായിക്കൊണ്ടിരിക്കണം, ആഴപ്പെട്ടുകൊണ്ടിരിക്കണം. ഇപ്പോൾ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചുള്ള ഒരുപാട് പ്രവചനങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആ പ്രവചനങ്ങളുടെ വിശ്വസ്തത നമ്മൾ മനസ്സിലാക്കിയിട്ട് ഈ കാലഘട്ടങ്ങൾ എങ്ങനെ ഒരുങ്ങണമെന്നൊക്കെ ബൈബിളിലുണ്ട്. മത്തായി സുവിശേഷം 24 ലൂക്കാ സുവിശേഷം 17-21 ഒക്കെ അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. മാർക്കോസ് സുവിശേഷം 13 അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പറയുന്ന യോഹന്നാൻ സുവിശേഷം 14 പറയുന്ന ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന പ്രവാചകന്മാർ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. എഫേസ്യർക്കെതിരെ ലേഖനം 2-20 പറയുന്നത് ഇങ്ങനെയാണ്: അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും ആകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ. ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ്. അപ്പോൾ നമ്മളിവിടെ കാണുന്നൊരു കാര്യമുണ്ട്. ക്രിസ്തുവിൽ അടിത്തറയിട്ടും കൊണ്ട്, മൂലക്കല്ലിട്ടും കൊണ്ട്, അല്ലെങ്കിൽ ക്രിസ്തുവിൽ അടിത്തറയിട്ടും കൊണ്ട് ആ ക്രിസ്തുവിൽ വളരാൻ നമ്മളെ സഹായിക്കുന്ന ശരിയായ അപ്പസ്തോലന്മാർ, ശരിയായ പ്രവാചകന്മാർ ഈ കാലഘട്ടങ്ങൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഏതെങ്കിലും രീതിയിൽ വെളിപ്പെടുത്തൽ നടക്കുന്നവരെയല്ല. നമുക്ക് ബൈബിളിൽ ഇനി ഒരുപാട് മേഖലയുണ്ട്. കപട അപ്പസ്തോലന്മാരുണ്ട്, അയക്കാത്തവരുണ്ട്, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. എന്നാൽ ശരിയായ പ്രവാചകൻ എന്തു ചെയ്യും? ക്രിസ്തുവിന് മഹത്വം കൊടുത്ത് ആ ക്രിസ്തുവിൽ നിന്ന് നമ്മളെ ഇപ്പം അടിത്തറ കെട്ടിയിട്ട് മാത്രം കൊണ്ട് കാര്യമില്ല. പിന്നെ എന്ത് ചെയ്യണം? ആ അടിത്തറയുടെ മുകളിൽ എന്ത് ചെയ്യണം? പിന്നെ കട്ട വെച്ച് കെട്ടുന്നു. അപ്പോൾ പാറ കൊണ്ടാണ് അടിത്തറ ഇട്ടത്, മൂലക്കലിട്ട് അടിത്തറയൊക്കെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? പിന്നെ കട്ടയും സിമെൻറ്റും മണലും
എല്ലാം കൂടെ ചേർത്ത് ഇപ്പം സിമെൻറ്റും മണലും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇത് പരിക്കൻ അല്ലെങ്കിൽ ചാന്തെന്നൊക്കെ പറയും. അപ്പോൾ അതിൽ ആക്കിയിട്ട് കട്ട വയ്ക്കുന്നു, അതിൻ്റെ ഇടയിൽ കട്ട ഒട്ടിക്കുന്നു. അങ്ങനെ ഓരോ പശയ്ക്ക് പകരം അങ്ങനെ വെച്ച് പിന്നെ അത് കോൺക്രീറ്റ് ചെയ്യുന്നു. പിന്നെ ജനലും വാതിലുകളൊക്കെ വരുന്നു. അങ്ങനെ ഭവനം ഉണ്ടാകുന്നത്. അപ്പോൾ അടിത്തറ ശരിയല്ല എങ്കിൽ ഒരു ഉപദേശം കൊണ്ട് നമുക്ക് കാര്യമില്ല. കാരണം ഇന്ന് ഒരുപാട് ആത്മഹത്യകൾ വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. സമ്പത്തുള്ളത് കൊണ്ട് മനുഷ്യന് മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് തെളിയിച്ച ഒരുപാട് ആത്മഹത്യകൾ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾക്കറിയാം. വിദ്യാഭ്യാസമുണ്ട്, സമ്പത്തുണ്ട്, കഴിവുണ്ട്, പിടിപാടുണ്ട്, സുഹൃത്ത് വലയങ്ങളുണ്ട്. ഇതൊന്നും നമ്മുടെ ആത്മരക്ഷയ്ക്ക് ചെറുതായി പ്രയോജനപ്പെട്ടേക്കാം. പക്ഷേ അടിസ്ഥാനം യേശുക്രിസ്തു. കാരണം ക്രിസ്തുവില്ലാതെ എന്തെല്ലാം പണിതുയർത്തിയാലും അതെല്ലാം മണൽപ്പുറത്ത് ഭവനം പണിത വിവേകമില്ലാത്ത മനുഷ്യനെ പോലെ ആയിത്തീരും. വലിയ കൊടുങ്കാറ്റടിക്കും, അത് വീണു പോകും. മഴ പെയ്തു, കൊടുങ്കാറ്റടിച്ചു, പ്രളയമുണ്ടാകും, വീണു പോകുന്നു. വാക്കിങ്ങനെ പറയുന്നത് അതിൻ്റെ വീഴ്ച വലുതാണ്. അങ്ങനെ വലിയ വീഴ്ച വീണു പോയവർ നിരവധിയുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് അപ്പസ്തോലന്മാർ, കർത്താവ് ശരിയായി നിയമിച്ചിരിക്കുന്ന അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെടണം. പക്ഷെ അപ്പോഴും നമ്മൾ മറക്കരുത്, മൂലക്കല്ല് ക്രിസ്തുവാണ്. എബ്രായർക്കെഴുതിയ ലേഖനം 1:1 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മോട് പിതാക്കന്മാർ സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാടുകളിൽ ക്രിസ്തു വഴി നമ്മോട് സംസാരിച്ചെന്ന് പറയുന്നു. അപ്പോൾ മുൻകാലങ്ങളിൽ പ്രവാചകന്മാർ, അതുകൊണ്ടാണ് ബൈബിളിൽ പ്രവചന ഗ്രന്ഥങ്ങളുണ്ട്. നമ്മൾ ലൂക്കാസ് സുവിശേഷത്തിൽ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന എല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു. അപ്പോൾ കർത്താവിനെക്കുറിച്ച് പറഞ്ഞ എല്ലാ പ്രവചനങ്ങളും പൂർത്തിയാക്കപ്പെടണം, അത് പൂർത്തിയാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ തെറ്റായ പ്രവചനങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് വരും. വ്യാജ പ്രവാചകന്മാർ വന്നിട്ട് ഞങ്ങൾ പറയുന്നതാണ് ശരിയെന്ന് പറഞ്ഞു വരും. അവരെ തിരിച്ചറിയണം. അപ്പോൾ ശരിയായ പ്രവാചകനെ തിരിച്ചറിയുള്ള മാർഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ സന്ദേശത്തിൽ ചിന്തിക്കുന്നത്. നിയമാവർത്തന പുസ്തകം 18:20. എന്നാൽ ഒരു പ്രവാചകൻ ഞാൻ കൽപ്പിക്കാത്ത കാര്യം എൻ്റെ നാമത്തിൽ പറയുകയോ അന്യദേവന്മാരുടെ നാമത്തിൽ സംസാരിക്കുകയോ ചെയ്താൽ ആ പ്രവാചകൻ വധിക്കപ്പെടണം. വാക്ക് പറയുന്നുണ്ടോ? എന്നാൽ ഒരു പ്രവാചകൻ ഞാൻ കൽപ്പിക്കാത്ത കാര്യം. ഈ വ്യാജപ്രവാചകൻ്റെ ഒരു പ്രധാനപ്പെട്ട പരിപാടി നമ്മൾ ചിന്തിക്കും, എങ്കിലും ഒന്ന് പറഞ്ഞു പോവുകയാണ്. കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നു, കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. തങ്ങളുടെ ആശയങ്ങളായിരിക്കും. അതുകൊണ്ടാണ് അടുത്ത വാക്ക് പറയുകയാണ്, കർത്താവ് അരുളി ചെയ്യാത്തത് ഒരു പ്രവാചകൻ്റെ വാക്കെന്ന് ഞാൻ എങ്ങനെ അറിയും എന്ന് നീ മനസ്സാ ചോദിച്ചേക്കാം. ഒരു പ്രവാചകൻ കർത്താവിൻ്റെ നാമത്തിൽ സംസാരിച്ചിട്ട് അത് സംഭവിക്കാതിരിക്കുകയോ സഫലമാകാതിരിക്കുകയോ ചെയ്താൽ ആ വാക്ക് കർത്താവ് അരുളി ചെയ്തിട്ടുള്ളതല്ല. ആ പ്രവാചകൻ അവിവേകത്തോടെ സ്വയം സംസാരിച്ചതാണ്. നീ അവന് ഭയപ്പെടേണ്ട. പ്രിയമുള്ളവരെ, ചിലപ്പോൾ ഒരു ആൾ വന്നിട്ട് അപകടകരമായ അല്ലെങ്കിൽ ദുഃഖകരമായ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞു. തീർച്ചയായിട്ടും നമുക്ക് ബൈബിളിലെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ചില പ്രവചനങ്ങൾ സന്തോഷം തരണമെന്നില്ല. എന്നാൽ കർത്താവ് നമ്മളെ ഭയപ്പെടുത്താനോ വേദനിപ്പിക്കാനോ ദുഃഖിപ്പിക്കാനോ ആഗ്രഹിക്കുന്നില്ല. ഒരു തകർച്ച നമ്മുടെ ജീവിതത്തിൽ വരുന്നത് ഒരു പ്രവാചകൻ ചൂണ്ടിക്കാണിച്ചെന്ന് വയ്ക്കുക. അങ്ങനെയെങ്കിൽ ആ തകർച്ച വരും എന്ന് കർത്താവിൻ്റെ നാമത്തിൽ വരുന്നൊരു പ്രവാചകൻ തന്നെ പറയുകയാണ്. സുഖിപ്പിക്കലൊന്നുമില്ലാതെ നിങ്ങളടുത്ത് പറയുകയാണ്, ഒരു തകർച്ച വരാൻ സാധ്യതയുണ്ട്. ഈ പോക്ക് പോയാൽ നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയെങ്കിൽ ആ പ്രവാചകൻ അതിനോടൊപ്പം തന്നെ നിങ്ങളോട് പറയുന്നൊരു കാര്യമായിരിക്കാം. ഈ തകർച്ച മാറ്റുവാൻ പറ്റും. അത് മാറ്റുന്ന യേശുക്രിസ്തുവാണ്. അത് മാറ്റാനൊരു മാർഗമുള്ളത് ക്രിസ്തു പറയുന്നത് പോലെ നിങ്ങൾ ജീവിച്ചാൽ നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും. ഒരിക്കലും ആ പ്രവാചകൻ ഞാൻ പരിഹാരം ഉണ്ടാക്കി തരാം, ഞാൻ അത് ശരിയാക്കി തരാമെന്ന് പറയത്തില്ല. പിന്നെയോ ക്രിസ്തുവിലൂടെ അതിനുള്ള പരിഹാര ക്രിയകൾ കൂടി പറഞ്ഞു തരും. അതാണ് ശരിയായ ഒരു പ്രവാചകൻ. എന്നുവെച്ചാൽ നമ്മളൊരു അപകട അവസ്ഥയിലാണെങ്കിൽ ആ അപകട അവസ്ഥയിൽ നിന്ന് നമ്മളെ കൈപിടിച്ച് ഉയർത്തുന്ന ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൈപിടിച്ച് ഉയർത്തി നമ്മളെ സഹായിക്കുന്നവനാണ് ശരിയായ പ്രവാചകൻ.
ചിലർ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകും, പിന്നെ ഭയമായി ബുദ്ധിമുട്ടായി ഇത് മാറ്റാൻ വേണ്ടിയിട്ട് പിന്നെ അന്ധകാര ശക്തികളുടെ പിന്നാലെ പോയി തകർന്ന തരിപ്പണമായ നിരവധി മനുഷ്യർ ഇന്ന് നമ്മുടെ ആൾക്കാരുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇവിടെ പറയുകയാണ്, ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞു അത് നടക്കാൻ സാധ്യതയുള്ളതാണ്, അത് തകർച്ച ഉണ്ടാകും. തകർച്ച വരാൻ വേണ്ടി പറയുന്നതല്ല, തകർച്ച വരാതിരിക്കാനാണ് പറയുന്നത്. ഇപ്പോൾ പോകുന്ന വഴി, നിനക്ക് ശരിയെന്ന് തോന്നുന്ന വഴി മരണത്തിലേക്ക് നിന്നെ നയിക്കുന്നതായിരിക്കാം. അങ്ങനെയെങ്കിൽ നിൻ്റെ ശരി മാറ്റി കർത്താവിൻ്റെ ശരിയിലേക്ക് നീ കടന്നു വരിക. അതിനുവേണ്ടി നിന്നെ സഹായിക്കുവാൻ പ്രവാചകന്മാരും അപ്പസ്തോലന്മാരും ശുശ്രൂഷകരും ഇന്ന് ആവശ്യമാണ്. അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മീയ ഉയർച്ചയാണ് എപ്പോഴും ശരിയായൊരു പ്രവാചകൻ കാണുക എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് ശരിയായൊരു പ്രവാചകനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് കർത്താവിൻ്റെ നാമത്തിൽ അവർ കടന്നു വരുമ്പോൾ ആ വ്യക്തി നമ്മോട് പറയുന്ന കാര്യങ്ങൾക്ക് അനുസൃതമായിട്ട് ആ വ്യക്തി ക്രിസ്തുവിന് മഹത്വം കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അതെപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി വ്യാജ പ്രവാചകൻ്റെ മറ്റ് പ്രത്യേകതകളെക്കുറിച്ച് അടുത്ത സന്ദേശങ്ങളിൽ നമ്മൾ ചിന്തിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്ന് ചിന്തിക്കുമ്പം നിങ്ങൾക്ക് ക്ലിയർ ആകും എന്താണ് ശരിയായ പ്രവാചകൻ ഏതാണ്, വ്യാജ പ്രവാചകൻ ഏതാണെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ വ്യാജ പ്രവാചകന്മാരെ തിരിച്ചറിയേണ്ട കാലഘട്ടമാണ് അന്ത്യകാലഘട്ടം. രണ്ടാം വരവിന് വേണ്ടി ഒരുങ്ങുന്ന ഒരു വ്യക്തി ഈ കപടതകളെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോക്ക് അസാധ്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കൊന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, വ്യാജ പ്രവാചകന്മാരുടെ പിടിയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കാൻ അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടല്ലോ. അവിടുന്ന് അങ്ങയുടെ വരവിൻ്റെ അടയാളം ചോദിച്ചു പറഞ്ഞപ്പോൾ നിരവധി വ്യാജ പ്രവാചകന്മാർ പ്രത്യക്ഷപ്പെട്ട് വഴി തെറ്റിക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിനാൽ ശരിയായ പ്രവാചകനെയും വ്യാജ പ്രവാചകനെയും തിരിച്ചറിയുവാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ സഹായിക്കണമേ. എങ്ങനെ തിരിച്ചറിയണം എന്ന വചനത്തിലൂടെ ഞങ്ങൾക്ക് വ്യക്തമായ ബോധ്യം തരണമേ. പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗീയ പിതാവേ, അവിടുത്തെ ഭവനത്തിൽ എത്തിച്ചേരുവാൻ തക്കവിധമുള്ള ഒരു ഒരുക്കം ഞങ്ങൾക്ക് നൽകണമേ. കർത്താവായ യേശുവേ, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയും പീഡകൾ സഹിക്കുകയും മരിക്കുകയും ഉത്ഥാനം ചെയ്യുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. ഇനി വീണ്ടും മഹത്വത്തോടെ വരുന്ന വരവ് ഞങ്ങൾ കാത്തിരിക്കുന്നു. അതിനുവേണ്ടി ഞങ്ങൾ ഒരുക്കണമേ. പരിശുദ്ധാത്മാവേ, വചനത്തിൻ്റെ ആഴങ്ങളിലൂടെ ഞങ്ങളെ നയിക്കണമേ. ശരിയായ പ്രവചനങ്ങളിലൂടെ കടന്നു പോകാനും പ്രവാചക ദൗത്യം നിറവേറ്റുവാനും ഞങ്ങൾ ഓരോരുത്തരെയും ഒരുക്കണമേ. സ്നേഹവനാനെ പോലെയൊക്കെ സത്യത്തിനു വേണ്ടി നിലനിൽക്കുന്ന, നീതിക്ക് വേണ്ടി നിലനിൽക്കുന്ന പ്രവാചകരാക്കി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. മിഖായേൽ, ഗബ്രിയേൽ, റഫേൽ ദൂതന്മാരെ ഞങ്ങളെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിലേറ്റവും സ്നേഹമുള്ളവരെ, ഈ സന്ദേശം കേട്ടതിനും ഇത് നിരവധി പേർക്ക് പങ്കുവെച്ചു കൊടുക്കുക. കർത്താവ് നിങ്ങളെ, നിങ്ങളുടെ കുടുംബത്തെ എല്ലാം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു.